ഏറ്റവും കൂടുതൽ ജാതീയമായി വിദ്യാർത്ഥികളെ ഭിന്നിപ്പിക്കുന്നത് ഇടതുപക്ഷമാണ്. സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങളുടെ സർക്കാർ, ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അത്താണിയാണെന്ന് ഘോരം പ്രസംഗിക്കുന്ന സർക്കാർ, ആ സർക്കാർ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോവാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. അത് പറയുമ്പോൾ എന്താ, നിങ്ങൾക്ക് ഇവിടുത്തെ സാധാരണപ്പെട്ടവന്റെ ഒക്കെ മക്കള്, പെയിന്റ് അടിക്കാരന്റെ മക്കള് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ജാതീയമായി അകറ്റി നിർത്തിയാൽ അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു സർക്കാർ ഇല്ലെങ്കിൽ ആ സർക്കാരിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന്. ഞാനൊരു BJP പ്രതിനിധിയായിട്ടല്ല ഇപ്പൊ ഇത് പറയുന്നത്. ഒരു സാധാരണക്കാരന്റെ മകനായി ജനിച്ച് പഠിച്ച് വളർന്നു വന്ന ഒരാളെന്നുള്ള നിലയില, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയില. അതുകൊണ്ട് ജലീലെ, ഞാൻ താങ്കളോട് ഇന്ന് വരെ അമാന്യമായ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത്തരത്തിൽ വർഗീയ വിഷം തുപ്പിക്കൊണ്ട് ഈ സമൂഹത്തെ രണ്ടാക്കുന്ന രാഷ്ട്രീയ നിലപാടുമായി ദയവ് ചെയ്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് വരരുത്. ആ അമ്മയുടെ കണ്ണീർ ഇന്നും ഉണങ്ങിയിട്ടില്ല. ആ അമ്മമാരുടെ കണ്ണുനീർ ഇന്നും വറ്റിയിട്ടില്ല. ജിഷ്ണു പ്രണോയുടെ അമ്മ നീതി ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വിഷുക്കാലത്ത് അത്രയും ഈ പറയുന്ന സഖാവ് പിണറായി, നിങ്ങളൊക്കെ ആരാധനയോടെ കപ്പിത്താൻ എന്ന് വിളിക്കുന്ന സഖാവ് പിണറായി വിജയന്റെ പടം, ആ പടം എടുത്ത് വിഷുക്കണിക്ക് ഭഗവാന്റെ പടത്തിന് പകരം വെച്ച് കണി കണ്ടുണർന്നിരുന്ന ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജ നീതിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോ അടിവയറ്റിൽ ചവിട്ടിയാണ് നിങ്ങളുടെ പോലീസ് സ്വീകരിച്ചത്. മറന്നുപോയോ ജലീല്?